നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ലവ്. അതിന് 3 സ്റ്റേജാണ്: ക്രഷ്, കമ്പി, പ്രേമം. സ്റ്റേജ് 1 ക്രഷ്. ക്രഷ് നമുക്ക് ആരോട് വേണമെന്ന് തോന്നാം. എക്സ്ക്യൂസ് മീ ചേട്ടാ, എന്നെ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ വരെ സ്റ്റേജ് 2 കമ്പി. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് പ്രത്യേക ഒരു തരം ഇളക്കമായിരിക്കും. കമ്പിക്ക് ശേഷം നമ്മുടെ മനസ്സിൽ അവള് തന്നെയാണെങ്കിൽ അവനെ ഉറപ്പിച്ചു. പ്രേമം നമ്മുടെ ആമാശയത്തിൽ ഇങ്ങനെ ചിത്രശലഭങ്ങൾ പറക്കുന്ന പോലെ ആയിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് ഇവള് മതി. അപ്പൊ നിങ്ങൾ ചെക്കന്മാർക്ക് ഞങ്ങളെ പെണ്ണുങ്ങളെ പറ്റിട്ട് ഒരു തേങ്ങ അറിയാൻ പാടില്ല അല്ലേ? എന്തോന്നടേ വല്ലവന്മാരുടെ അഡ്വൈസ് കേട്ടിട്ട് പെണ്ണിനെ വളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെയല്ല അഡ്വൈസ് കൊടുത്ത ആളായിരിക്കും ആ പെണ്ണ് ഇഷ്ടപ്പെടുന്നത്. ഇമാതിരി ഇമ്മച്ചോ ലവ് സ്റ്റോറിക്ക് ഞാൻ കൂട്ടിക്കത്തില്ല. അതൊക്കെ പോട്ടെ നോക്കാം. നീ എന്തിനാണ് പെണ്ണിന്റെ ഫോട്ടോ അടിക്കൊണ്ട് കമന്റ് അടിച്ചേ? അയ്യോ സാറേ, ആ കമന്റ് അത്രയും മോശമായിരുന്നു. കൂതി എന്നുള്ളത് മോശം നിന്നോട് ആരെങ്കിലും പറഞ്ഞു തരണം. ക്യൂട്ടിന്ന് ടൈപ്പ് ചെയ്താ സാറേ, മലയാളം കീബോർഡ് ഓൺ ആയതാ സാറേ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച കൂതിന്ന് വിളിച്ച ധൈര്യത്തിൽ ഇവൻ പെണ്ണിനെക്കാർ വീണ്ടും തെറിയൊക്കെ വിളിക്കാൻ തുടങ്ങിയെന്ന്. ഇവര് തമ്മിൽ സെറ്റായല്ലേ, ആദ്യം ഓഫീസിൽ വലിയ സംഭവമായിരിക്കും. എന്ത് സംഭവം? എടാ പ്രേമത്തിൽ അങ്ങനെ കണ്ണുമൂക്കും ചെവിയൊന്നും ഇല്ല. എടാ ഇതിനൊന്നും ലാംഗ്വേജ് ഒരു ബാരിയർ ആവില്ലേ? ഞാൻ മിണ്ടുന്ന പുതിയ പെണ്ണെ നിന്നെ കാണിച്ചായിരുന്നു. ഇല്ല, കാണിച്ചേ. കൊള്ളാലോ, ഫോറിൻ ചിക്ക്. പോർച്ചുഗീസ്. ഇതെങ്ങനെ ഒപ്പിച്ച്? റൊണാൾഡോ ആൻഡ് ദുവലിംഗോ. ഞാൻ അവളോട് പറഞ്ഞു കേരളത്തിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഞാൻ. അതല്ലടാ മറ്റത്. ഓ ദുവലിംഗോ. എടാ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ പോപ്പുലർ ലാംഗ്വേജിലാണെങ്കിൽ ആപ്പാണ് ദുവലിംഗോ. ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി പോർച്ചുഗീസ് പഠിച്ച ദുവലിംഗോ എന്നല്ലേ. എടാ തുടക്കക്കാർക്ക് ഇതിൽ നിന്ന് ഹിന്ദിയും ഇംഗ്ലീഷ് പഠിക്കാം. കൂടാതെ ഹിന്ദി, സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഇതൊക്കെ പഠിക്കാം. ഒരു ഗെയിം കളിക്കുന്നവരെ ഭയങ്കര സിമ്പിളാണ്. ഇത് കാണിച്ചിരിക്കുന്ന എക്സസൈസ് ഒക്കെ സോൾവ് ചെയ്താൽ മതി. നല്ല ഫണ്ണാ. എടാ ഭാഷ പഠിക്കുന്നതിന്റെ 3 ആസ്പെക്റ്റിലും ദുവലിംഗോ ഫോക്കസ് ചെയ്യുന്നുണ്ട്: സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്. ഡെയിലി റിമൈൻഡർ അയക്കുന്നുണ്ട്. നമ്മുടെ ഹാബിറ്റ് ബിൽഡിങ്ങിനെ സഹായിക്കും. ദിവസം 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. അത് കൊള്ളാല്ലേ? ഞാൻ ലിങ്കിട്ട് തരാം, നീ ഡൗൺലോഡ് ചെയ്യും. അങ്ങനെയാണ് എനിക്കൊരു ഫ്രഞ്ച് മതാവിനെ സെറ്റ് ചെയ്യണം. അവർ ഫ്രഞ്ച് കേസ് അടിക്കുന്ന കേട്ട്. നീ മണ്ടരാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് ഫുട്ബോൾ? എടാ ഞാൻ ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോൾ നീ ആ കണ്ണിലെ തിളക്കം കാണണമായിരുന്നു. നീയാക്ക് ഈ കളി അറിയത്തില്ലല്ലോ. എന്നാ നീ ഒരു ആക്ടിവിറ്റി പറ. എടാ നിനക്ക് എത്ര ഓപ്ഷൻ ഉണ്ടായിരുന്നു? ഒരു കാഫേ, ഒരു ബാറ്, എന്തിനു ഇവിടെ കൊണ്ടുവന്നു? എടാ ഫുട്ബോൾ ഫണ്ണല്ലേ? ആണോ? എന്നാ റൊണാൾഡോ ഏത് ടീമിലാണ് കളിക്കുന്നത്? മഞ്ഞപ്പടയല്ലേ? ഒറ്റ അടി വെച്ചൊന്നുണ്ട്. എടാ എന്തായാലും അവൾ ഇവിടം വരെ വന്നു.
കണ്ടോ ഒരു ഫുട്ബോൾ കിട്ടുമ്പോൾ അവളുടെ സന്തോഷം കണ്ടോ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് ഈ ഫീൽഡിൽ തന്നെ ഒരു ഫുട്ബോൾ സ്റ്റാർ ആക്കണം. എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഒടുക്കത്തെ പഴംകളി കളിച്ച് നീ ഒരു സ്റ്റാർ ആണെന്ന് നമ്മൾ വിചാരിക്കണം. ഏറ്റ്. പിന്നെ ബാക്കിയുള്ള പിള്ളേരോടൊന്നും പറയണ്ട എനിക്ക് അവളോട് ലവ് ആണ്. ഒരിക്കലും ഇല്ലടാ. അതെ, നമ്മുടെ ബെന്നിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിവിടെ ഓഫീസിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. നിങ്ങളെല്ലാവരും ഒടുക്കത്തെ പഴമായിട്ട് കളിക്കണം. അവളുടെ കണ്ണിൽ അവർ റൊണാൾഡോ ആയിരിക്കണം. അവനെ ഫൗൾ ചെയ്യല്, ഉന്തിയിടല്, ഉരുട്ടിയിടല്. മനസ്സിലായല്ലോ? പിള്ളേർക്ക് ഓൾറെഡി അറിയായിരുന്നു. എടാ അതല്ല, അതാരാ? ആരാണ് ആ തണ്ടി? ദാറ്റ് ഈസ് മൈ നെഫ്യൂ. എൻ്റെ പെങ്ങടെ മോൻ മറ്റെല്ലാവരെയും പ്രപ്പോസ് ചെയ്യുന്ന. ഐ തിങ്ക് ഹീ ലൈക്സ് അമ്മ. മിക്കവാറും അവളെ പ്രപ്പോസ് ചെയ്യുമായിരിക്കും. യു ഗൈസ് വാച്ച് ഔട്ട് ഫോർ ഹിം. ഓൾ ദ ബെസ്റ്റ്. അവനെങ്ങനെ അവളെ പ്രപ്പോസ് ചെയ്താൽ നീ ചെത്തിക്കളയുന്ന കേട്ടോ നല്ലത്. നീ ബോള് അത് തട്ടാനുള്ളതാണ്, അല്ലാണ്ട് നിന്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കടത്തി വിടാനുള്ളതല്ല. കൈകൊണ്ട് പിടിക്കണം മണ്ട. എന്ത് കോണത്തിലെ കളിയാണ് ഈ കളിക്കുന്നത്. കടം നാണമില്ലാത്തന്നെ വന്നവനും പോയവനും എല്ലാം ഗോളടിച്ചു. ഒരു സെൽഫേന് പഠിക്കും. അതെ, ഞാൻ ഒരു പെനാൽറ്റി ഒപ്പിച്ച് തന്നിട്ടുണ്ട്. 5 അടി നീളത്തിൽ മര്യാദയ്ക്ക് അടിച്ചാൽ വലയിൽ കയറും. കേറ്റണം. ശ്രമിക്കാം. Sorry, Good job, man. Good job. You have a promotion coming up. ഒരു മണിക്കൂർ കളിച്ചിട്ട് നിന്റെ കാലപ്പന്ത് കൊണ്ടിട്ട് പോലുമില്ല. പെനാൽറ്റി അടിച്ചക്കനെ മോന്ത അടിച്ച് കലക്കി. എങ്ങനെ പറ്റുന്നുള്ളൂ ഇതൊക്കെ? അതെ, മെസ്സി റൊണാൾഡോയും കൂടെ അങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങൾ അവസാനത്തെ വണ്ടിയും കയറി പോവാ. രണ്ടുപേരും കൂടെ വെച്ച് വന്നാൽ മതി.
പോടാ. നിന്ന് കൊണുങ്ങാതെ കഥ പറയടാ. എന്നിട്ട് ടർഫിന്ന് പോയിട്ട് എങ്ങോട്ട് പോയി? ടർഫിന്ന് ഞങ്ങൾ കുറേ നടന്നു. കൈപിടിച്ചാണോ റൊമാൻറ്റിക് നിരാളിച്ചുണ്ടായിരുന്നു? എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നീയാണ് ബില്ല് കൊടുത്തേ? ഗുഡ് ബൈ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും തലയുടെ മണ്ടയിൽ കൂടെ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ നടന്ന് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. എന്നിട്ട് അവൾ എന്നെ കെട്ടിപ്പിടിച്ച്. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു വീട്ടിലേക്ക് വരുന്നെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വരുന്നില്ല, പിന്നെ വരാന്ന്. ഇഷ്ടമുള്ള പെണ്ണ് രാത്രി വീട്ടിലേക്ക് വിളിക്കുമ്പോ നോ പറയാനുള്ള റേഞ്ച് വേണം. സമ്മതിച്ചാന്നില്ല. ചായ കുടിക്കാനും വിളിച്ചായിരിക്കും. അതെടാ രാത്രി 12 മണിക്കുള്ള ചായ കോച്ചാനല്ലേ വിളിച്ചത്. ഞാൻ നിന്നോട് അപ്പടെ പറയും ഒറ്റയ്ക്ക് വിടണ്ടെന്ന്. ഈ പെമ്പിള്ളേര് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രമാണോ? ഇതിനു വേണ്ടി അപ്പൊ നിനക്ക് അറിയാം ഫ്രണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നീ അവളെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഫ്രണ്ട് വേണം. ഏത് ഫ്രണ്ട് വേണം? ഇനി ഒന്നും പറയണ്ട. നാളെ നീ ഞങ്ങളോട് വരുന്നു, അവളെ പ്രപ്പോസ് ചെയ്യുന്നു. മിണ്ടാൻ പറ്റാത്ത ഞാൻ അവളോട് എന്ത് പറയാനോ? വലിക്കുമ്പോൾ നിനക്ക് പെണ്ണുങ്ങളോട് മിണ്ടാൻ പറ്റുമല്ലോ. നീട്ടി 2 പഫ് എടുത്തിട്ട് അവളോട് പറഞ്ഞാൽ മതി. അത് വേണോ? അവളെ വേണോ? വേണം. എടാ കേക്കാം ഓവർ. ഞങ്ങൾ പറയുന്ന അതേപടി ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യല്ലേ. എൻ്റെ ബോഡിയിൽ നിന്നുള്ള എല്ലാ ഇൻസെക്യൂരിറ്റിയും കളഞ്ഞ് കോൺഫിഡൻസ് വരട്ടെ. അവളിപ്പോൾ ഇറങ്ങി വരും, നീട്ടി ഒരു പഫ് എടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ അതേപടി പാടിക്കും. റെഡിയല്ലേ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. എമ്മ 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 കാതൽ പൊന്നമ്മ. ഇവനെ നീ കാണിക്കുന്നത്? അവൻ പറയും. അവൻ സിഗരറ്റ് കളഞ്ഞു. അവൻ ഇയർഫോൺ ഊരി മാറ്റി. ഇതൊക്കെ എപ്പോൾ പ്രിന്റ് എടുത്ത്? നീ ഒന്ന് വായിച്ചു. ഡിയർ എമ്മ. ഡിയർ എമ്മേ. It's hard to express my feelings for you. So I will use our language. Our language. You are the one side to my omelette. Omelette? The തേങ്ങാക്കൊത്ത് to my beef fry. KPSC-ലിടുന്ന ടു മൈ ഇന്നസെന്റ് ഇവൻ കൊളവാക്കി. I don't want you to be the Messi to my Ronaldo. But can you be my? Can you be my? നമുക്കൊരു ചായ കുടിച്ചാലോ?